Hi, all aspirants. So, prelims is just over. Now, there are lots of questions in the air. What will be the cutoff? Cutoff എത്രയായിരിക്കും അല്ലെങ്കിൽ മെയിൻസ് ഇനി നോക്കണോ നോക്കണ്ടയോ എങ്ങനെ നോക്കി തുടങ്ങണം അല്ലെങ്കിൽ വാട്ട് ക്യാൻ ബി ദ സിസാറ്റിന്റെ ഒരു ഫേറ്റ് എന്തായിരിക്കും സോ മെനി തിങ്സ് ആർ ദർ ബട്ട് ലെറ്റ് മീ ടെൽ യു ഈ പേപ്പർ എന്ന് പറയുന്നത് 2024 പ്രിലിംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ടീച്ച് യു സർട്ടൻ ലെസൺസ് എസ്പെഷ്യലി people appearing mains this year and people appearing CSE next year also they have to learn little bit things from this paper. Okay, so ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, I will show you something. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാലൻഡൈസ് അക്കാദമിന്റെ കഴിഞ്ഞ വർഷത്തെ ഐ മീൻ 2024 പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ്. ദർ ഇസ് എ ക്വസ്റ്റ്യൻ upon yes dissolution of Lok Sabha. This is something we asked in our mock test. Okay, dissolution of Lok Sabha. Similar question, same question was asked in in our current prelims 2024. But I don't want to claim that all our questions are there in the 2024. But I will give a message. ഒരുപാട് ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആസ്പിരൻസ് എന്തുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റീസൺ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി ദ സെയിം ക്വസ്റ്റ്യൻസ് ആർ ദർ ഇൻ പ്രിലിംസ് പേപ്പർ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വി ജസ്റ്റ് ഡൺ ദാറ്റ് റിസർച്ച് വർക്ക് ഓഫ് ദ പ്രീവിയസ് ഇയേഴ്സ് like a question trend, that a question trend analysis, pattern analysis we have done. Accordingly our team set to the mock test papers. So അതുകൊണ്ട് തന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ വർഷം ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ്, അത് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സെയിം ടു സെയിം മോക്ക് ടെസ്റ്റിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. Be it which is related to this writ of prohibition, or again you see that money bill, or it is again polity. You see that the polity here I think around 34-35 questions were there. Okay, again scheduled areas. Okay, again the question is right to privacy. There are lots of questions which is being repeated. I mean which was already there in our prelims mock test, and you could see that same thing, exercise Mitra Shakti, joint military exercises, so many things. So what I am saying is all these questions which teach you a lesson that 1935 Act, okay, federal system. So what I say, all these things teach you a lesson that നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. One thing is of course that the core subjects, syllabus മനസ്സിലാക്കിയിരിക്കണം, core subjects മനസ്സിലാക്കിയിരിക്കണം. History, economy, geography, polity, environmental science, current affairs, etc. You have to prepare according to the trend and demand of this CSE paper. Okay, so we have done that. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ PYQs നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത, മോക്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത, ബേസിക്സ് ഈ സബ്ജക്ട്സിലൊക്കെ നല്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉള്ള ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു ആക്ച്വലി ഈ വർഷത്തെ പ്രിലിംസ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദിസ് കട്ട് ഓഫ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. കട്ട് ഓഫ് കൂടാൻ സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ GS പേപ്പർ ആയിക്കോട്ടെ, CSAT പേപ്പർ ആയിക്കോട്ടെ, അത് ഡിഫിക്കൽട്ട് പേപ്പേഴ്സ് ആയിരുന്നില്ല. ഇറ്റ് വാസ് ആക്ച്വലി എ മോഡറേറ്റ് പേപ്പർ. GS1 വാസ് എ മോഡറേറ്റ് പേപ്പർ ആൻഡ് സിമിലർ വേ CSAT വാസ് ഓൾസോ എ മോഡറേറ്റ് പേപ്പർ. So ആ ഒരു റീസൺ കാരണം there are lots of people or lots of mentors and institutes, they predict the cutoff can be something around like 90, 95, etc. But according to the recent trend analysis, I would say that നമുക്കറിയാം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ പാറ്റേൺ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീറ്റ്സ് ഓഫ് വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേപ്പറിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് സംതിങ് അറൌണ്ട് 85 to 90 റേഞ്ചിൽ യു ക്യാൻ എക്സ്പെക്ട് ദ കട്ട് ഓഫ്. ഓക്കെ, so if you scored something above 80 plus, if നിങ്ങളുടെ സ്കോർ ഒരു 80 plus ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I would say that you should definitely focus on the mains part. You have to finish it by the first week of the September itself. ആ രീതിയിൽ തന്നെ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം. Again see, both the papers were moderate papers. Conceptual clarity ഉള്ള ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി പോലുള്ള കോർ സബ്ജക്ട്സിൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉള്ള NCERTs കവർ ചെയ്ത, ബേസിക്സ് സ്ട്രോങ് ആക്കിയ, PYQs നല്ലോണം പ്രാക്ടീസ് ചെയ്ത, അല്ലെങ്കിൽ PYQs പാറ്റേണിൽ തന്നെ മോക്സ് ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആയിരുന്നു. അഗെയിൻ യു സി, ഈ പർട്ടിക്കുലർ പാറ്റേൺ നമ്മളെ പഠിപ്പിക്കുന്നത് 2025 ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യേണ്ടത് കോർ സബ്ജക്ട്സ് മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിരിക്കണം. PYQs മസ്റ്റ് ആയിട്ടും അറ്റ്ലീസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തെ PYQs മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കുക, ഓരോ സബ്ജക്റ്റിലും ഉള്ള ട്രെൻഡ് മനസ്സിലാക്കുക. ബേസിക്സ് NCERTs വളരെ നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റൈറ്റ് ഫ്രം NCERT they asked lots of questions. ഓക്കെ, പ്രത്യേകിച്ച് സബ്ജക്ട്സ് ലൈക്ക് പൊളിറ്റി, ജോഗ്രഫി, IR, ഹിസ്റ്ററി, എക്കണോമി, എൻവയോൺമെന്റൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്, അതിന് ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. ഓക്കെ, കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ഫാക്ച്വൽ നോളജ്,
ബോത്ത് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു പ്രിലിമിനറി പേപ്പർ. അപ്പോൾ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഓഫ് കോഴ്സ് ഐ വുഡ് സേ ദാറ്റ് ഫോക്കസ് ഓൺ ദ മെയിൻസ് പാർട്ട്, എസ്പെഷ്യലി ദ പീപ്പിൾ ഹൂ സ്കോർഡ് അബൌട്ട് ദ 80, ദേ ഫോക്കസ് ഓൺ ദ മെയിൻസ് പാർട്ട്. മെയിൻസ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഐ വുഡ് സേ ദാറ്റ് നമുക്കൊരു essay പേപ്പർ ഉണ്ട്. We have essay paper, we have GS1, we have GS2, we have GS3, we have GS4, and we have optionals. We have optionals. Okay, so here essay is, again I'm telling you, essay എന്ന് പറയുന്നത് yes 250 marks into a paper ആണ്. You have 1200 words you have to write for each essay. You have to write 2 essays. Am I right? 2 essays വീതം നിങ്ങൾക്ക് എഴുതണം. ഓരോ essay 1200 words വെച്ച് എഴുതണം. Each one will have 125 marks. Okay, so 125 plus 125, 250 marks, and the hours, it's exactly 180 minutes, that is 3 hours. Okay, now the task is like a essay. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ essay. ഓക്കെ, മൾട്ടിപ്പിൾ ഡയമെൻഷൻസിനെ കോർത്തിണക്കി എങ്ങനെ ഒരു essay എഴുതാം എന്നുള്ളത് തീർച്ചയായിട്ടും യു ഹാവ് ടു പ്രാക്ടീസ് വെരി വെൽ. നൗ സിമിലർ വേ കമ്മിങ് ടു GS1 ഓൾസോ. GS1 നിങ്ങൾ പഠിച്ചു തന്നെയാണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ കൾച്ചർ, അല്ലെങ്കിൽ ജോഗ്രഫി, and the society. Okay, so here also this is very important that you should have that revision part, you should have that test part, answer writing part. Okay, that you shouldn't compromise. Coming to GS2 also, we know that the politics, governance, constitution is there, IR is there, social justice is there. Yes, വളരെ ഭംഗിയായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓൾറെഡി യു പ്രിപ്പയർഡ് നോട്ട്സ്, so revise it very well and practice answer writings and the mock test. Similar way GS3 and GS4 also. Any optional you have, you have 2 papers. Make sure you have revisions and the test part. So ഇനിയിപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഒരു സംഭവം ആൻസർ റൈറ്റിംഗ് ആണ്. ആൻസർ റൈറ്റിങ്ങും ഈ പറയുന്ന റെഗുലർ ടെസ്റ്റ് സീരീസും, അത് സെക്ഷണൽ ടെസ്റ്റും ഫുൾ ടെസ്റ്റും, ഇതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ബിക്കോസ് മെയിൻസ് ഈസ് ആക്ച്വലി നിങ്ങളുടെ ഈ CSE എക്സാമിന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിർണ്ണയിക്കുന്നത് മെയിൻസിന്റെ സ്കോറും ഇന്റർവ്യൂവിന്റെ സ്കോറുമാണ്. ഈ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ക്രൂഷ്യൽ ആണ്. ഇനി അങ്ങോട്ടേക്ക് ഇതിൽ ഫോക്കസ് ചെയ്യുക. ഗാലന്റ് AS അക്കാദമി യെസ് 2 പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇയർ ലോങ് മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് കം ടെസ്റ്റ് സീരീസ് പ്ലസ് മെന്റർഷിപ്പ് പ്രോഗ്രാം. അത് എസ്പെഷ്യലി 2025 ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇയർ ലോങ് പ്രോഗ്രാം ആണ്. അത് ഓരോ മാസവും നമ്മൾ സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത മാർച്ച് വരെ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. മാർച്ചിന് ശേഷം പ്രിലിംസിന് ശേഷം മെയിൻസിന്റെ ഫൈനൽ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കുന്ന പ്രോഗ്രാമാണ്. ഇനി ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ 23rd നമ്മൾ essay വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ വൈൻഡപ്പ് ചെയ്യുന്ന ലൈക്ക് സെക്ഷണൽ ടെസ്റ്റും ഫുൾ ടെസ്റ്റുകളുമുള്ള ലൈക്ക് മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് കം മെന്റർഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്യുക, അതിന്റെ സിലബസ് ഫോക്കസ് ചെയ്യുക. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. വീക്ക്ലി വൈസുള്ള ടെസ്റ്റുകളും അതിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാംസും വാല്യൂ അഡീഷൻസും പേഴ്സണൽ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പോവുക. ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക്. ഇപ്പോൾ റിസൾട്ട്സ് എന്തും ആയിക്കോട്ടെ, എയ്തർ ദിസ് ഇയർ ഓർ നെക്സ്റ്റ് ഇയർ, മേ ബി എക്സ്ട്രീം കേസിൽ നമ്മൾ ചിലപ്പോൾ ഈ വർഷം ക്ലിയർ ചെയ്തില്ല എന്ന് ഓർത്തുകൊണ്ടും ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എനിത്തിങ്. ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് തിങ്ക് ദാറ്റ് 2025 ഈസ് യുവർ ക്രൂഷ്യൽ ഇയർ, ഫൈനൽ ഇയർ. അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ മെയിൻസ് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കാണെങ്കിൽ പോലും പ്രിലിംസും മെയിൻസും വളരെ ഒരു സിംഗിൾ ഗോയിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇനി ഈ വർഷം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു സി ദാറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം തുടങ്ങാം എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കരുത്. 1-2 ദിവസത്തെ ബ്രേക്ക് എടുത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മെയിൻസ് പ്രിപ്പറേഷനിലേക്ക് തിരിയുക. യെസ്, വളരെ ആ സ്കെഡ്യൂൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എഴുതി പോവുക. ദ പ്രോബ്ലം വിത്ത് മെനി ആസ്പിറൻസ് ഈസ് ലൈക്ക് ടെസ്റ്റുകളൊക്കെ അവർ എൻഡിലേക്ക് വെക്കും, ചിലപ്പോൾ ഓഗസ്റ്റിലേക്കോ അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്കോ വെക്കും. അന്നേരം ചെയ്യാൻ പറ്റാണ്ടാവും. ഫൈനലി എക്സാം ഹാളിൽ പോയി നമുക്കിപ്പോൾ ഓൾ ഓഫ് എ സഡൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ ഷോക്ക് ആയിരിക്കും. സോ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ നിങ്ങൾ എഴുതി ശീലിക്കുക. മേ ബി പൂർണ്ണമായിട്ടും പെർഫെക്ഷന് വേണ്ടിയിട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ UPSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന ഒരുപാട് പേര് അവർ 100% എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ല അറ്റംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 20 ക്വസ്റ്റ്യൻസിൽ 18 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡീസെന്റ് ആയിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് പെർഫെക്ഷൻ നോക്കിയിരുന്നാൽ സംഭവിക്കുന്നത് വെച്ചാൽ 20 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ഡീസെന്റ് ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതുമായിരിക്കും. ബാക്കി 15 ക്വസ്റ്റ്യൻസിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ വന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യെസ് വി ഹാവ് ഡൺ ജനറൽ സ്റ്റഡീസ് ആണ്, പേര് പോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ എല്ലാത്തിലും ഡീസെന്റ് ആയിട്ട് ഒരു ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് യു ക്ലിയർ ദ കട്ട് ഓഫ്. ഓക്കെ, ടേക്ക് കെയർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സോ പ്രിലിംസ് പേപ്പർ ഇറ്റ് വാസ് ആക്ച്വലി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം സിമ്പിൾ ആണ്. UPSCക്ക് ഒരു സിലബസ് ഉണ്ട്, അതിന് കോർ സബ്ജക്ട്സ് ഉണ്ട്, അതിന് സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും ഉണ്ട്, അതിന് PYQs ഉണ്ട്,
അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, അതിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കുക, സബ്ജക്റ്റ് വൈസ് ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എക്സാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഫോക്കസ് ഓൺ യുവർ മെയിൻസ്. For knowing more about these Gallant IAS mains programs, you can contact us. Okay, all the best. Thank you.